അപ്പോൾ ഇതാണ് ഇവിടെ ഗുഹയിൽ ഏതാണ്ടൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ നമ്മൾ ഈ വയനാട് ആ ഒരു ഗുഹയൊക്കെ ഇല്ലേ, എടക്കൽ കേവ്, അവിടെയൊക്കെ കാണുന്ന പോലെ. ഓയ് വീണോ? അയ്യോ, അയ്യോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാറ്റാടിക്കടവിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിന്നത് ഈ പാറയുടെ മേളിലാട്ടോ, ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ താഴെ. അപ്പോൾ നമ്മളൊരു ഗുഹയുടെ കാര്യം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഹ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങി വരാനുള്ള ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ എന്ത് ആ ഒരു കമ്പിവേലിയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് നല്ല ആ ഒരു കാഴ്ചയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വേറെ ഗുഹ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൗൺ ഹില്ലാട്ടോ. ഇവിടുന്ന് സൈക്കിളൊക്കെ മേലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാട്ടോ ഗുഹ. ഇവിടെ ഉണ്ട്, ഇതാണ് ഗുഹ. പക്ഷേ ഇത് മാൻമെയ്ഡ് ഗുഹ. കാരണം റോമി ബ്രോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ആ ഒരു സമയത്ത് ഇവരിവിടെ ഇതൊക്കെ കിളച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, നിറച്ച് കുപ്പിയാണ്, മൊത്തം വേസ്റ്റൊക്കെ കൊണ്ടിട്ട്. ഇതിലേക്ക് ഇറങ്ങി വരാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ ഒരു മേളിൽ നിന്ന് ഇവിടുന്ന് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ, കണ്ടോ. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയാണ് അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഗുഹയിൽ ഏതാണ്ടൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ നമ്മൾ ഈ വയനാട് ആ ഒരു ഗുഹയൊക്കെ ഇല്ലേ, എടക്കൽ കേവ്, അവിടെയൊക്കെ കാണുന്ന പോലെ ഇതിവിടെ ഇപ്പം ഈ ഇടയ്ക്ക് എഴുതി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയൊരു ഏരിയ അത് കണ്ടോ, നല്ല തണുപ്പാണ് ഇവിടെ നിൽക്കാൻ. ഇനി നമ്മൾ സൈക്കിൾ മേലിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഡൗൺ ഹിൽ അടിച്ച് താഴേക്ക് നമ്മൾ ആദ്യം കയറി വന്ന ആ ഒരു എൻട്രൻസ് ഇല്ലേ കാറ്റാടിക്കടവ്, അവിടെ വരെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൽ കുറച്ചൊന്ന് റിസ്ക് ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. വഴി ഒട്ടും വീതിയില്ല, പിന്നെ നല്ല എക്സ്ട്രീമായിട്ടാണ് കിടക്കുന്നത്, വലിയ കല്ലൊക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ. കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഈ പാറയുടെ മേലിലാണ് നമ്മൾ ആദ്യം നിന്ന് ഒരു സ്പോട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ രണ്ടും കണ്ടത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കയറിപ്പോയത്. ഇവിടെ ചാരി വെച്ചേക്കുക. അപ്പം ഇവിടെ നമുക്ക് തുടങ്ങുക ഐശ്വര്യമായിട്ട്. ബ്രോ പോലെ ആ കുറേ വഴികളുണ്ടല്ലോ ഇങ്ങോട്ട് കയറാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ആ ആ അപ്പം നമുക്ക് ഏറെ കുറയ്ക്കാം, മാക്സിമം കുറച്ചു. ഓക്കെ, നമ്മൾ ഇറങ്ങാൻ പോകട്ടോ. ഓക്കെ, പോരേട്ടോ. ഓ ഇവിടെ വലിയൊരു കട്ടിങ് ആണേ, ഇവിടെ ഉടക്കി. ഓ പെടലും തട്ടുന്നുണ്ട് കേട്ടോ, പെടലും തട്ടുന്നുണ്ട്. പോരെ പോരെ, പതുക്കെ പതുക്കെ പോരാട്ടോ, കുഴപ്പമില്ല. ഓ ഇവിടെ ഒരു ജമ്പിങ്ങാണ് വരുന്നത്, ഇവിടെ ഒരു ജമ്പിങ്ങാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് പോവാട്ടോ. ആ അത്ര ഏരിയ മാത്രം കുറച്ചൊന്ന്. ഓക്കെ, കാലിന് മൊത്തം കാറ്റുകൊള്ളിൽ കയറി ചുറ്റി നടന്ന് കിടക്കുവാടാ. കുറച്ച് പേര് ക്ലൈമ്പുണ്ട് ഇവിടുന്ന്.
ഇത് കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു സെക്ഷൻ അവിടെ കിടക്കും കേട്ടോ, കുറച്ച് ദൂരം. ഇനി കുറച്ച് റിസ്ക്കാ. കല്ല് പെടലൊക്കെ പറയുക. നോക്കിയാനെ വീണോ? അയ്യോ വീണോ? ഈ പ്രാവശ്യം നമ്മുടെ റോമി ബ്രോ വരാ ഏതായാലും കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, ഇവിടെ തട്ടേ ഇല്ല. പേടിച്ചല്ലേ? ആടാ ഈ ഏരിയ നമുക്ക് അങ്ങോടെ കുറച്ചൊന്ന് റിസ്ക്കാ. ഇവിടെ മറ്റേ ഡൗൺ ഹിൽ ബൈക്കൊക്കെ ആണ് കറക്റ്റായിട്ട് പോകുള്ളൂ. അത് കണ്ടോ, നമ്മൾ ഇതും കൊണ്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെ കൂൾ കൂൾ. ഇവിടെ ഒരു വളവുണ്ടേ, നല്ലൊരു വളവ്. ഓയ് റോഡിൻ്റെ അവസ്ഥ. നല്ല സൗണ്ട് ബ്രേക്കിന്. ഇവിടെ നമ്മുടെ ഓഫ് റോഡ് കഴിയാറായിട്ടോ. ഞാൻ കോൺക്രീറ്റ് റോഡാണ് ഇവിടെ കൊണ്ട് കഴിയുക. അയ്യോ കാലേ മസിൽ പിടിച്ചു. പതുക്കെ ഒന്ന് പൊങ്ങിയതാ പാറ. കുഴപ്പമില്ല. Yes. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിപ്പോയൊരു സ്ഥലത്തേക്കാണ് ശരിക്കെത്തിയിട്ടോ.
ഡൺ. എത്തി. അപ്പോൾ നമ്മൾ ഡൗൺ ഹില്ലൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ കയറിപ്പോയ ഒരു എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ ഇത്രയും ചെയ്തതിൽ വെച്ച് ഭയങ്കര എക്സ്ട്രീം സെക്ഷനായിരുന്നു കേട്ടോ. അതായത് എന്താ പറയുക, ഒരു ഫുൾ സസ്പെൻഷൻ ബൈക്കൊക്കെ വെച്ച് ചെയ്യേണ്ട അത്രയും തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്ക് വെച്ച് ചെയ്യണതിൻ്റെ ഒരു അറിയാമല്ലോ. പിന്നെ കുറേ ഏരിയയൊക്കെ നമ്മൾ തള്ളി ഇറക്കുകയാണ് ചെയ്തത്, വേറെ നിവൃത്തിയില്ല. എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല അല്ലേ. കാരണം അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നൊരു തോന്നല. കാരണം നമ്മൾ അത്രയും എന്നാലും കുഴപ്പമില്ലായിരുന്നു, നമ്മൾ അത്ര ഒരു എഫേർട്ട് എടുത്തല്ലോ. പിന്നെ നമ്മളങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യുന്നത് ശരിയല്ല. നമ്മളെന്തായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത്രയും ദൂരം നമ്മൾ വന്ന്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഏതായാലും തിരിച്ച് പോവാം. നമുക്ക് നല്ല ഇറക്കമൊക്കെ ഇറങ്ങി നേരെ വണ്ണപ്പുറം പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്റാടിക്കട അങ്ങോട്ടുള്ള എൻട്രൻസ് ഇതാ കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലേ. നല്ല വെയിലാണ്. ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പുകഞ്ഞു പോവും. അപ്പോൾ ഇനി ഏറൊക്കെ അടിച്ച് കയറ്റി ഇട്ടേക്കാം. നല്ല രീതിയിൽ കുറച്ചിട്ട് ഇറങ്ങിയാൽ നട്ടതുണ്ട്. നല്ല രീതിയിൽ പഴം പോലെ എന്നിട്ടും കിടന്നിട്ടേ ചെറിയൊരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വീണ് വെച്ചാൽ കുഴപ്പമില്ല. ബ്രോ ഓക്കെ അല്ലേ, ഫൈനല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.